സുപ്രധാന വാർത്തയിലേക്കാണ്. കാസർഗോഡ് നീലേശ്വരത്ത് ഒഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ ഐസ്ക്രീം ബോംബ് കണ്ടെത്തി. സ്ഥലമുടമ കാട് വൃത്തിയാക്കുന്നതിനിടയിലാണ് ബോംബിന് സമാനമായ വസ്തു കണ്ടെത്തിയത്. സംശയത്തെ തുടർന്ന് നീലേശ്വരം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ജോസഫ് അഗസ്റ്റിൻ വിവരങ്ങളുമായി ചേരുന്നു. ജോസഫ്, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കാളിദാസ്, ഈ സ്ഥല ഉടമ കാട് വൃത്തിയാക്കുന്നതിനിടയിലാണ് ഈ നീലേശ്വരം ചായോത്ത് ബോംബിന് സമാനമായ വസ്തു ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ സംശയത്തെ തുടർന്ന് പിന്നീട് നീലേശ്വരം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നായയും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഈ ഐസ്ക്രീം ബോംബാണെന്ന് സ്ഥിരീകരിച്ചത്. നാടൻ വെടിമരുന്നും തിരിയും ഇതിനോടൊപ്പം തന്നെ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. മഴയിൽ കുതിർന്ന നിലയിലായിരുന്നു ഈ സ്ഫോടക വസ്തു കണ്ടെത്തിയത്. ആധുനിക രീതിയിൽ നിർമ്മിച്ച ബോംബല്ല എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പ്രാദേശികമായി നിർമ്മിച്ചതാണോ എന്ന് സംശയിക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ നീലേശ്വരം പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ നനഞ്ഞ ഈ ഐസ്ക്രീം ബോംബാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് ആധുനിക രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ പന്നിക്കൊക്കെ വെച്ചിരുന്ന ആ ഒരു രീതിയിലുള്ളതല്ല എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഇതൊരു മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ളതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും നീലേശ്വരം പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റ് അപകടങ്ങളൊന്നും ഇല്ലാതിരുന്നതും വലിയ രീതിയിൽ ആശ്വാസകരമായി എന്ന് വേണം പറയാൻ. ഈ വീട്ടുകാരന്റെ സംയോജിത ഇടപെടൽ മൂലമാണ് ഈ വലിയൊരു അപകടം ഒഴിവായത്. ഈ കാട് വെട്ടിത്തെളിക്കുന്നതിനിടയിലാണ് നീലേശ്വരം ചായോത്ത് ഇത്തരത്തിൽ ഈ ഐസ്ക്രീം ബോംബ് കണ്ടെത്തിയത്. പിന്നീട് പോലീസ് എത്തി കൃത്യമായ ഇടപെടലുകൾ നടത്തി ഇത്തരത്തിൽ ഈ ഐസ്ക്രീം ബോംബ് നിർവീര്യമാക്കുകയായിരുന്നു കാളിദാസ്. ശരി, ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് നീലേശ്വരത്ത് ഒഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ ഐസ്ക്രീം ബോംബ് കണ്ടെത്തിയിരിക്കുകയാണ്. സംശയത്തെ തുടർന്ന് നീലേശ്വരം പോലീസിൽ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ജോസഫ് അഗസ്റ്റിൻ വിവരങ്ങൾ നൽകി.